സി എച്ച് ഒ ഇതൊരു ഗ്രൂപ്പാണ്. ഇതിന്റെ സഫിക്സ് എന്താണ് വരുന്നത്? എ. കിട്ടിയല്ലോ? യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 2 കാർബൺ വരുന്നത് നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, അപ്പൊ ഈ സി എച്ച് ഒയിലെ കാർബണിന്റെ നമ്പർ വേണമെങ്കിൽ ശ്രദ്ധിക്കണം നിങ്ങൾ കേട്ടോ. COH-ലായാലും CHO-യിലും അതിനകത്തുള്ള കാർബണിന്റെ നമ്പർ വേണം. അപ്പൊ CHO-യിലെ കാർബൺ നമ്പർ 1 ഇട്ടു സാർ, ഇത് നമ്പർ 2. ഓക്കെ, അപ്പൊ 1 ഉം 2 ചേരുമ്പോ എന്താവും? എത്ത്. സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE, CHO വന്നുകൊണ്ട് AL. അപ്പോ സാറെ നേരത്തെ പറഞ്ഞ വൊവൽ ആ റൂൾ ഇവിടെ അപ്ലൈ ചെയ്യണം. കാരണം ഇവിടെ ഉണ്ടോ, ഇത് A ആണ്, ഇത് E ആണ്, രണ്ടുപേരും വൊവൽസ് ആണ്. അപ്പൊ രണ്ടുപേരും വൊവൽസ് ആണ്. അപ്പൊ ഈ ഡ്രോപ്പ് ചെയ്യാം. സോ എന്താണ് ഇതിന്റെ പേര്? എഥനാൽ. കണ്ടോ? വെരി ഈസി. ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ ഒരെണ്ണം വരുന്നു CHO. ഒരു കാർബൺ ഉള്ളതുകൊണ്ട് വെരി ഈസിയാണ്. മെത്ത്, സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE, CHO വന്നുകൊണ്ട് AL, ഈ ഡ്രോപ്പ് ചെയ്തു. സോ നെയിം മെഥനാൽ. കണ്ടാ? അത്രയുള്ള മക്കളെ, വളരെ ഈസി. നമ്മൾ മെയിൻ ആയിട്ട് ഈ സാധനങ്ങൾ പഠിച്ചു, ഈ 2 കാര്യങ്ങൾ പഠിച്ചു. ഓക്കെ, അടുത്തത് CCCHO. 3 എണ്ണം. 1, 2, 3. ഓക്കെ, 3 എണ്ണം വന്നുകൊണ്ട് എന്താ? പ്രൊപ്പ്, സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE, CHO വന്നുകൊണ്ട് AL, ഈ ഡ്രോപ്പ് ചെയ്യാം. അപ്പൊ എന്താണ്? പ്രൊപ്പനാൽ. ഇനി എഴുതണോ സാറ്? എഴുതണോ? വേണ്ട സാറേ, മനസ്സിലായി. ഓക്കെ, എന്നാലും ഞാൻ 1, 2, 3 CHO. ചില കുട്ടികൾ എന്താ ചോദിച്ചാൽ ഇതിന് ഗ്രൂപ്പായിട്ട് എടുത്തിട്ട് ഇങ്ങനെ നമ്പർ ഇടും, തെറ്റിപ്പോവും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യരുത്. അങ്ങനെ സാറ് കണ്ടിട്ടുണ്ട്. ഇതിന് നമ്പർ നമ്പർ 1, 2, 3, 4. ഓക്കെ, അങ്ങനെ നമ്പർ ഇടുമ്പോ 4 എണ്ണം വന്നുകൊണ്ട് ബ്യൂട്ട്, സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE. ഓക്കെ, CHO ആൽഡിഹൈഡ് ആയതുകൊണ്ട് AL, ഈ ഡ്രോപ്പ് ചെയ്യുക. സോ ബ്യൂട്ടനാൽ. Clear? That's all about aldehyde group. Watch full video on my YouTube channel, Sunny Sir.